നൂതൻഡുക്കലായി S3 കലൂഡ് അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ ചില ഫാഷൻ ട്രെൻഡുകളും ഡിസൈനർമാരും ഓരോ പങ്കു വഹിച്ചിട്ടുണ്ടു. S3 കാലെ മനോഹരമാക്കാൻ മാത്രമല്ല, അവരെ ഡെയറി ആപ്റ്റൊത്താനും, അവർക്കു ആത്മവിശ്വാസം നൽകാനും, സ്വയം ഏറ്റെടുക്കാൻ അനുവദിക്കാനും ഫാഷൻ സൃഷ്ടിക്കപ്പെട്ടു. പലപ്പോഴും ഫാഷൻ വ്യവസായം അതിന്റെ ഉപരിപ്ലവമായ വശത്തിനും അതിന്റെ കർശനമായ നിർദ്ദേശങ്ങൾക്കും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പിന്തുടരേണ്ട പ്രധാന പ്രവണതകൾ S3 കലൂഡ് സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിനും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. കോസറ്റു അല്ലെങ്കിൽ മറ്റു നിയന്ത്രിത ആക്സസറികൾ കൂട്ടായ ഭാവനായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ വസ്ത്രങ്ങൾ S3 ശരീരത്തെ തടസ്സപ്പെടുത്തി. കസിൻജ നൂതൻഡുക്കലിലെ ഫാഷനുകൾ അവരുടെ സുഖസൗകര്യങ്ങളെയും ചലനങ്ങളെയും പരിമിതപ്പെടുത്തി. സമീപ വർഷങ്ങളിൽ പുരുഷത്വത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും പ്രതിനിധാനം കുടിശ്ശേരലിൽ അവസാനിച്ചു. ഫാഷനിലൂടെ പുരുഷന്മാരും S3 കാലും സാമൂഹിക അജണ്ടകളോടു പ്രതികാരം ചെയ്യുന്നു. യൂണിസെക്സ് ശേഖരങ്ങൾ പിറക്കുന്നു. അതുപോൽ വൈവിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ കസിൻജ വർഷങ്ങളിലെ സംവാദങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്നു എല്ലാ ശരീരങ്ങൾക്കും അനുയോജ്യമായ ആകൃതികളും വസ്തുക്കളും നജങ്ങൾ പുറത്തുപ്പെടുത്തുന്നു. ഡിസൈനർമാർ കോഡുകൾ ലംഘിക്കുകയും അവയെ എല്ലാ ശരീര തരങ്ങളുടെയും ദൃശ്യരൂപങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. സാമൂഹിക സ്ത്രീത്വ പ്രസ്ഥാനങ്ങൾക്കു സമാന്തരമായി S3 കലൂഡ് അവകാശങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനായി ഫാഷൻ ഡിസൈനർമാർ വസ്ത്രധാരണ രീതികളിൽ സ്വതന്ത്രത വരുത്തിയിട്ടുണ്ട്. മിനിഷർട്ടു പോലുള്ള അവശ്യ വസ്തുക്കൾ S3 വിമോചനത്തിന്റെ ശക്തമായ പ്രതീകങ്ങളായി മാറിയിരിക്കുന്നു. അതിനാൽ ഫാഷനു ഒരു അനിവാര്യമായ പങ്കു വഹിക്കാനുണ്ട്. S3 കലൂഡ് പുരാതന ദർശനങ്ങൾക്ക് പോരാടാനുള്ള ഒരു ഉപകരണമാണിതു. മിനിഷർട്ടു പോലുള്ള അവശ്യ വസ്തുക്കൾ S3 വിമോചനത്തിന്റെ ശക്തമായ പ്രതീകങ്ങളായി മാറിയിരിക്കുന്നു. ഫാഷനു ഒരു അനിവാര്യമായ പങ്കു വഹിക്കാനുണ്ട്. ശരീരങ്ങളോട് പുരാതനവും വിവേചനപരവുമായി ദർശനങ്ങൾക്ക് പോരാടാനുള്ള ഒരു ഉപകരണമാണിതു. ഫാഷൻ സ്വേദത്തിന്റെ പ്രതിഫലനമാണു. വാക്കുകൾ കൈമാറുന്നതിനു മുമ്പ് സംസാരിക്കുന്ന ഒരു ഭാഷയാണു. ആത്മവിശ്വാസം സജീവമാക്കുന്ന ഒരു ക്യാൻവസാണു. പലപ്പോഴും ചുരുങ്ങാൻ ആവശ്യപ്പെടുന്ന ഒരു ലോകത്തു ഇടം നേടാൻ ഫാഷൻ സ്ത്രീകൾക്കു അനുമതി നൽകുന്നു. അതു അവരുടെ വ്യക്തിത്വം ആഘോഷിക്കാൻ അവരെ അനുവദിക്കുന്നു. ക്ഷമാപണം കൂടാതെ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാനിത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വൈകാരിക മട്ടം ശാക്തീകരണത്തിന്റെ ഏറ്റവും ശക്തമായ രൂപങ്ങളിൽ ഒന്നാണു. കാരണം അതു അവരുടെ ജീവിതത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് മോചിക്കുന്നു. ഒരു സ്ത്രീക്കു സുഖം തോന്നുമ്പോൾ അവൾ നന്നായി ചർച്ച ചെയ്യുന്നു. അവൾ ഉറപ്പോട് നയിക്കുന്നു. അവൾ വ്യക്തിയോട് സംസാരിക്കുന്നു. നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ കഥകളും പാരമ്പര്യങ്ങളും പഥ്യവും ഫാഷനിൽ ഉൾപ്പെടുന്നു. സംസ്കാരത്തിൽ നിന്നു പ്രചോദനം ഉൾക്കൊണ്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതു ഐഡന്റിറ്റി വീണ്ടെടുക്കുന്നതിനും അഭിമാനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു മാർഗമാണു. ഓരോ തുണിത്തരങ്ങളുടെയും തിരഞ്ഞെടുപ്പും നിറങ്ങളുടെ തീരുമാനവും സിലുവറ്റും അവർ ഇവിടെ നിന്നാണു വരുന്നതെന്നും എവിടേക്കു പോകുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്നു. ഈ സാംസ്കാരിക ബന്ധം S3 കാലെ അവരുടെ ശക്തിയെക്കുറിച്ചു ഓർമ്മിപ്പിക്കുന്നതിലൂടെ ശാക്തീകരിക്കുന്നു. യുവതലമുറയ്ക്കു പാരമ്പര്യമായി ലഭിക്കേണ്ട പാരമ്പര്യങ്ങളും ഇത് സംരക്ഷിക്കുന്നു. ഫാഷൻ ഭൂതകാലത്തിനും ഭാവിക്കും ഇടയിലുള്ള ഒരു പാലമായി മാറുന്നു.